ഹായ് ചെങ്കളെ, കലിയ ജ്യോതിഷൻ്റെ പ്രണാമം. അപ്പം ഞാൻ എറണാകുളം, പാലക്കാട്, കോഴിക്കോടൊക്കെ കൺസൾട്ടിങ് കഴിഞ്ഞു തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി 13-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ കൺസൾട്ടിങ് തിരുവനന്തപുരത്തും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കി കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോട് ചെയ്ത് തീർത്ത് ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം കാണും. 27-ാം തീയതി ജൂലൈ 27-ന് ദുബായിൽ കാണും. 27-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 10 വരെ ഞാൻ ദുബായിലായിരിക്കും. അപ്പോൾ ദുബായിൽ എന്നെ കാണാൻ വരുന്നവർ 5060123666 ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം. ഇതിൽ വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പറിൽ വിളിച്ച് അപ്പോൾ വാട്സപ്പിലൂടെയും അപ്പോയിൻമെൻറ്റ് എടുക്കാം. പിന്നെ അടുത്ത മാസം ഓഗസ്റ്റിലുള്ള നമ്മൾ എറണാകുളത്ത് ഓഫീസിൽ ഓഗസ്റ്റ് 15-ന് എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ് ഉണ്ട്. പിന്നെ ഓഗസ്റ്റ് 17-ന് പാലക്കാട് ഓഫീസ്, ഓഗസ്റ്റ് 19-ന് കോഴിക്കോട് ഓഫീസ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് അടുത്ത കേരളത്തിൽ പിന്നെ കൺസൾട്ടിങ് ഉള്ള അടുത്ത മാസം. കഴിഞ്ഞവണ ഒരുപാട് പേര് എറണാകുളത്ത് വന്നു, പാലക്കാടും കോഴിക്കോടൊക്കെ വന്നു. കുറേ പേർക്ക് അപ്പോയിൻമെൻറ്റ് മുൻകൂട്ടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷം അവരൊക്കെ ചോദിച്ചു അടുത്ത ഡേറ്റ് വളരെ പെട്ടെന്ന് പറയണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. അത് നിങ്ങൾക്ക് 9746560562, അതായത് 97 46 56 056 2 ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഇതാണ് ഓൺലൈൻ നമ്പർ. ഓൺലൈൻ നോക്കുന്നവരും ഈ വാട്സപ്പ് നമ്പറാണ് ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. ഇനി വിളിച്ചാൽ അഥവാ കിട്ടിയില്ല, ഞാൻ തിരക്കിലാണ്, പൂജയിലാണ്, അല്ലെങ്കിൽ ഷൂട്ടിലാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വാട്സപ്പ് അയയ്ക്കുക. നേരിട്ട് ഇതിലൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അല്ലാതെ നിങ്ങളുടെ ജാതകവും കാര്യങ്ങളൊന്നും സ്കാൻ ചെയ്ത് അയക്കരുത്. എനിക്ക് ജാതകം ഒന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ജാതകമൊന്നും എൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട. നിങ്ങൾ തരേണ്ടത് ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, പേര്, നക്ഷത്രം. അത് ഇനി അതില്ല, അതൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ എങ്കിൽ നിങ്ങൾ എനിക്ക് മുഖത്തിൻ്റെ ഒരു ഫോട്ടോയും വലതയുടെ ഒരു ഹസ്തരേഖയും പിന്നെ പേരും വയസ്സും, ഈ 2 സെറ്റിൽ ഏതെങ്കിലും എനിക്ക് മതി. ഒരു കാരണവശാലും എനിക്ക് ജാതകം ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റ വെച്ചിട്ടാണ് ജാതകം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാതകം നോക്കുമ്പോൾ കലിക ജ്യോതിഷത്തിൽ അതിൻ്റേതായ രീതിയിലുള്ള ജാതക പരിശോധനയാണ്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. അങ്ങനെയുള്ള ജാതകങ്ങൾ ഞാൻ നോക്കത്തില്ല. അത് നേരിട്ട് വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഡീറ്റെയിൽ തരിക, വായടച്ചിരിക്കുക. നിങ്ങൾക്ക് നടന്നതും നടക്കാൻ പോകുന്നതും ഇനി വരാൻ പോകുന്നതുമുള്ള കാര്യം ഞാനാണ് പറയുന്നത്. അത് താണ്ട ജ്യോതിഷൻ, അത് താണ്ട കലിക ജ്യോതിഷൻ എന്ന് പറയാം. അതാണ് ഞങ്ങളുടെ ചങ്ക് സാറ്. ശരി, ഞാനിവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ എൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഖത്തറിലെ ഭരണാധികാരിയുടെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവചനം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഖത്തറിലെ ഒരു ഭരണാധികാരിയുടെ 57-ാമത്തെ പ്രവചനം, 57-ാമത്തെ പ്രവചനത്തിൽ 2026 57-ാമത്തെ പ്രവചനം. അത് നിങ്ങൾ ആലോചിക്കണം. 25-നാണ് ഞാനത് പറഞ്ഞത്. ഡിസംബർ 25-നാണ് ഞാൻ ആ പ്രവചനം പറഞ്ഞത്. അപ്പോൾ അത് ഖത്തറിലെ ഭരണാധികാരിയുടെ മരണം 57-ാമത്തെ പ്രവചനമായിട്ടാണ്. ചങ്കുകൾ ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ സാറിൻ്റെ പ്രവചനമാണ് ഇന്ന് ലോകം കാണുന്നത്. ഞങ്ങളുടെ ചങ്ക് സാർ എന്തോ പറയുന്നു, അത് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങളുടെ ചങ്ക് സാറ് പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചങ്കുകൾ എഴുതി വിട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേ ചങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽ അയച്ചിട്ടുണ്ട്. മുൻ ഖത്തർ അമീർ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. ഇതുപോലെ ഒരുപാട് ഇത് വന്നു. ദോഹ ഖത്തറിൻ്റെ മുൻ അമീറും 2022 ഫിഫ ലോകകപ്പിന് രാജ്യത്തെ ആകുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവുമായ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൻ താനി അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട്
ഖത്തറിലെ ആഗോള കായിക നയതന്ത്ര ഭൂപടത്തിൽ ശക്തമായ അടയാളം രേഖപ്പെടുത്തിയ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1995 മുതൽ 2013 വരെ ഖത്തർ ഭരിച്ച ഷെയ്ഖ് ഹംദ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ നിലയിലൊക്കെ കൊണ്ടുവന്നു, രാജ്യത്തിനെ വളരെ വളർച്ചയും വികസനത്തിലേക്കൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണ് അത്. ഒരുപാട് പേരെനിക്ക് അയച്ചു തന്നിരിക്കുന്നു. ശരിക്കും ഞാനത് കണ്ടു. ഒരു മുൻ ഭരണാധികാരിയുടെ മരണം അത് സംഭവിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പ്രവചനം എഴുതി. ഇനി നമ്മളെ ചങ്ക് പറയും പോലെ നിരീശ്വരവാദികൾ ഇത് കേൾക്കുമ്പോൾ പൊള്ളും. ഉടനെ അവന്മാർ പറയും, ഷേഖല്ലേ, രാജാക്കന്മാർ മരിക്കും, ഖത്തറിലെ ഭരണാധികാരികളൊക്കെ മരിക്കും, അവർ ജനിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞ അവന്മാർ സ്വയം പിറുപിറുക്കും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഇവനാൾ കേമനാണല്ലോ, ഇവന് എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു സംഭവം തന്നെയാണ് എന്ന് ഇവന്മാർ മനസ്സിൽ വിചാരിക്കും. ഇവൻ നമുക്കൊരു പാര തന്നെയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. അത് നമുക്ക് വിഷയമില്ല. ചങ്കുകൾ പറയും പോലെ കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്ക് കൊട്ടി പേടിക്കണമെന്ന് പറയും പോലെ, അല്ലെങ്കിൽ തീക്കട്ടയിലാണോ ഇറമ്പരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ്. അദ്ദേഹം ആ രാജ്യത്തിന്, ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ മരണം വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് സംഭവിച്ചു. അതേസമയം തന്നെ നമ്മുടെ നാട്ടിൽ ഗായികയായ എസ് ജാനകി മരണപ്പെട്ടു. ഒരു 50,000-ഓളം ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിന്നെ എല്ലാ മരിക്കുന്നവരുടെയും ആത്മാവിന് നിത്യശാന്തി ഞാൻ പറയാറുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അതുപോലെ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം എൻ്റെ ചങ്കുകളെടുത്ത് ഞാൻ പറയും, നിങ്ങളും പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളെല്ലാ പേരും നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയും. അതുപോലെ എൻ്റെ ചങ്കുകൾ അനുസരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായും അത് പ്രവചനം പറയാതിരിക്കാൻ പറ്റില്ല. പ്രവചനം നടന്നു. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അത് ഇവന്മാരങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാരങ്ങനെയാണ്. അതുകൊണ്ട് അതിനകത്ത് എല്ലാത്തിനെയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. എല്ലാവരും ഈ പ്രകൃതിക്ക് ആവശ്യവുമാണ്. അതുകൊണ്ട് പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇടയ്ക്ക് ഞാൻ മെനിഞ്ഞാന്നൊരു റീല് കണ്ടു. അതിൽ ശ്രീ മോഹനൻ വൈദ്യർ, അദ്ദേഹം ഇതുപോലെ മോഹനൻ നായർ, അദ്ദേഹം വൈദ്യനായിരുന്നു, നമുക്കെല്ലാം അറിയാവുന്ന ഒരാളാണ്. അന്ന് ഈ കപ്പയുടെ ഇല നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ക്യാൻസറിന് ഒരിതാവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു സിദ്ധവൈദ്യനായതുകൊണ്ട് ആരും കളിയാക്കി. അതേ കാര്യം ഇന്ന് ലോകം സയൻസ് തെളിയിച്ചിരിക്കുന്നു. അതിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞ് കുടിച്ചാൽ അത് ക്യാൻസറിന് പ്രയോജനപ്പെടുമെന്ന്. അപ്പോൾ അന്ന് കളിയാക്കിയവരുണ്ട്. അദ്ദേഹത്തിനെ ഒരുപാട് പേര് കളിയാക്കി, ഒരുപാട് പേര് കുരിശിലേറ്റി, ഒരുപാട് പേര് തെറി പറഞ്ഞു. യുവമാരൊക്കെ ഇപ്പോൾ എന്താ പറയാനുള്ളത്? പിന്നെ തെറി പറയണത് എന്താ പാഴുകൾക്കും പറ്റുന്ന ഒരു സാധനമാണല്ലോ. മോശമെന്ന് തെളിയിക്കാൻ വലിയ സമയം വേണ്ടല്ലോ, നല്ലതാവാനല്ലേ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തലയും മുഖമൊന്നും ഇല്ലാത്ത ഏത് പഴുതാരകളും 7 പാഴ് ജന്മങ്ങളും കുറേ പാഴ് ജന്മങ്ങൾ അങ്ങനെ വന്നിരിപ്പുണ്ട്. ഒരു ഏറ്റും തോലും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി, വീട്ടിൽ കാര്യം നോക്കി, അല്ലെങ്കിൽ രാജ്യത്തിന് ഉന്നമനം ഉണ്ടാകുന്ന കാര്യം നോക്കാതെ കുറേ പാഴ് ജന്മങ്ങളുണ്ട്. അവനെയൊക്കെ കൗൺസിൽ ചെയ്യണം. അവനെയൊക്കെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി കൗൺസിലിങ് അല്ലെങ്കിൽ മനോരോഗത്തിന് മരുന്ന് കൊടുക്കണം. പലവന്മാരും മനോരോഗികളാണ്. ഇരുട്ടത്തിരുന്ന് മറവിലിരുന്നൊക്കെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മനോരോഗികൾക്ക് മരുന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് എല്ലാത്തിനെയും കൊണ്ടേ ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അന്ന് അദ്ദേഹത്തെ കുരിശിലേറ്റി എന്ന് പറഞ്ഞ ഒരു ഭാസ്കരൻ നായർ എന്ന് പറയുന്ന ഒരാൾ അതിനെക്കുറിച്ചൊരു വീഡിയോ, ഒരു പ്രസ്താവന ഒരു പേജിൽ റൈറ്റിങ്ങിൽ എഴുതിയത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ക്രൂശിച്ചവർക്കൊക്കെ ദൈവം മാപ്പ് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയും. അതാണ് ഈ പറയണത്. ചില പൊട്ടക്കണ്ണന്മാർ ആനയെ കണ്ടതുപോലെയാണ്. അവനിപ്പോൾ മനസ്സിലാവില്ല. അവൻ്റെ എത്രയോ മുകളിൽ നിൽക്കുന്നവൻ അത് പറയുമ്പോൾ അത് അവനെ അറിയാവൂ. ഇവനൊക്കെ അവൻ്റെ അത്ര വിവരം ഇല്ലല്ലോ. അയാളുടെ അത്ര അറിവില്ലാത്തപ്പം ഇവനത് അറിയത്തില്ല. അതുകൊണ്ട് ഇവനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഇപ്പം തന്നെ ഈ ഖത്തറിലെ ഭരണാധികാരി, റോമിലെ മാർപ്പാപ്പ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ലണ്ടനിലെ
മറ്റേ രാജകുടുംബത്തിലെ ഒരു വ്യക്തിയുടെ മരണം, ഇങ്ങനെ 100 കണക്കിന് പ്രവചനങ്ങൾ, 850-900ഓളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും നടത്തുന്ന പ്രവചനത്തിൻ്റെ 98% നടക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ട് കണ്ണളിച്ച് അല്ലെങ്കിൽ അസൂയ മുത്ത് എന്തെങ്കിലുമൊക്കെ പറയും. സൂര്യനെ കണ്ട് പട്ടി വരയ്ക്കും പോലെ, അല്ലെങ്കിൽ ആനയെ കണ്ട് പട്ടി വരയ്ക്കും പോലെ, അല്ലെങ്കിൽ ആനയുടെ പുറത്ത് കയറിയിരുന്ന് കുരങ്ങൻ കുലുങ്ങുമ്പോൾ ആനയ്ക്ക് കനക്കണമെന്ന് തോന്നുന്ന പോലെയൊക്കെ കുറേ ജന്മങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉള്ളത് മൊത്തമായി പറയും. ഞാനിങ്ങനെയല്ല, ഇനി അവൻ എന്ത് തോന്നിയാലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാറുമില്ല. നിസാറ് പൊങ്ങച്ചം പറയണത് ആണ്, ഞാൻ പൊങ്ങച്ചമാണെന്നെങ്കിൽ അങ്ങനെ തന്നെ. സാറിനെ പുകഴ്ത്താണ് ആണ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഇതുകൊണ്ട് യാവനെങ്കിലും വല്ല നഷ്ടമുണ്ടോ? കേൾക്കുന്നവർ കേട്ടാൽ മതി, കാണുന്നവർ കണ്ടാൽ മതി. ഇപ്പം നമുക്ക് വലിയ യൂട്യൂബ് കൊണ്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. നമ്മളുള്ളത് മുഖത്ത് നോക്കി പറയും. എൻ്റെ അടുത്ത് ജ്യോതിഷം നോക്കാൻ വന്നാൽ ഞാനുള്ളത് മുഖത്ത് നോക്കി പറയും. അല്ലാതെ ഇവിടെ വിളിച്ചിരുത്തി സൂചിപ്പിച്ച് അവനില്ലാത്ത ഗണഗണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ആവശ്യമില്ല. അതിനിവിടെ ഫീസൊന്നും തന്നിട്ട് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾ ആർക്കെങ്കിലും വല്ല ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നെ ഒന്ന് പുകഴ്ത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ സ്വയം പുകഴ്ത്തണം, അത് നല്ലതാണ്. നമ്മളിൽ നിന്നും തുടങ്ങണം. തത്വമസി അങ്ങനെയാണ്. നീ നിന്നെ തന്നെ സാറേ എന്ന് വിളിക്കണം. നിനക്ക് നിന്നിലൊരു ബഹുമാനം ഇല്ലെങ്കിൽ നീ തകർച്ചയിലേക്കല്ലേ പോവുള്ളൂ. നീ നിന്നെ ബഹുമാനിക്കുന്നില്ല, നീ നിന്നെ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കലിയുഗത്തിൽ തത്വമസിക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. കലിയുഗത്തിൽ താന്ത്രികത്വത്തിന് പോലും അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. കലിയുഗത്വത്തിന് താന്ത്രികമുണ്ട്. കലിയുഗത്തിലെ മന്ത്രത്തിൻ്റെ കൗണ്ട് ഇത്ര ജപിക്കാവും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓരോന്നിനും ഓരോ രീതിയുണ്ട്, ഒരു കണക്കുണ്ട്. എന്നാളിതാ മിനിഞ്ഞാന്ന് എനിക്കൊരു സഹോദരി ഒരു ഇത് അയച്ചു തന്നു. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു. ആ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് ആ സഹോദരി എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഇത് നോക്കിയപ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞിരിക്കുകയാണ്, ചന്ദ്രദശയാണ്, അശ്വതി നക്ഷത്രമാണ്, ചന്ദ്രദശാകാലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര മാരകമായ കാര്യങ്ങളുണ്ടാവും, മാരകമായ പ്രയാസങ്ങളുണ്ടാവും, അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു 10 വർഷം നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഡിയോ ക്ലിപ്പ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 ഗദ്യവും ഒക്കെ ചൊല്ലി, അത് 2 പദ്യമൊക്കെ ചൊല്ലി ഇങ്ങനെ പറയുന്നു, അതാണ് ഇതാണെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ വരണ്ടു പോകുമെന്ന് വെച്ചാൽ ഇനി 10 വർഷം അവർക്ക് ജീവിക്കണമെന്നേ തോന്നില്ല. അപ്പോഴത്തേക്ക് മകളൊക്കെ നമ്മുടെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിനെ ശല്യപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചാൽ അത്രയ്ക്ക് ഞാൻ കേൾക്കുമില്ല, മെസ്സേജും കേൾക്കിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലേ മറുപടി കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കില്ല. അപ്പോൾ അവിടെ എനിക്കത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നി. ഞാൻ ഉടൻ തന്നെ മറുപടി കൊടുത്തിട്ട് ഇങ്ങനെയുള്ളവരടുത്തൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇപ്പോഴും കാണാപ്പാടം പഠിച്ച് ചവച്ച് തുപ്പുന്നു. എന്നിട്ട് അയാൾ അതിനകത്ത് പറയുകയാണ്, ചന്ദ്രനെ പ്രീതിപ്പെടുത്തണം, ചന്ദ്രൻ അത് ചെയ്യണം, അത് ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയുന്നു. അത് ഓക്കെ. ഞാൻ ചോദിക്കുകയാണ്, ഈ ജ്യോത്സ്യന്മാരൊരു കാര്യം മനസ്സിലാക്കണം. ഈ ചന്ദ്രനെ സൂര്യനെയോ ഒന്നും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു ഇൻഡിക്കേഷനാണ്. സംഖ്യകൾ കൊണ്ട് മാത്സ് ഉണ്ടാക്കിയിരിക്കും പോലെ ഗ്രഹങ്ങൾ കൊണ്ട് അത് ചെയ്തിരിക്കുകയാണ്. അതല്ലാതെ ഗ്രഹപ്പഴ എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. അത് കണക്കാണിത്. ചന്ദ്രൻ പെണ്ണാണ്, സൂര്യൻ ആണാണ്, വ്യാഴം പുരുഷനാണ്, രാഹു സ്ത്രീയാണ്, അങ്ങനെയൊക്കെ പുല്ലിംഗവും സ്ത്രീലിംഗവും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ശനി നപുംസകമാണ്. അപ്പോൾ ഇത് ബന്ധുഭാവം, ശത്രുഭാവം ഇതൊക്കെ ഉള്ളതാണോ? ഗ്രഹങ്ങൾ വെച്ചാണ് ഇത് ജ്യോതിഷം രചിച്ചിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് കാണാതെ പഠിച്ച് ആവശ്യമില്ലാതെ കാലത്തിനനുസരിച്ചൊക്കെ മാറ്റണം. ഒരു കാലത്ത് മനുഷ്യർക്ക് വിവരമില്ലെങ്കിൽ ആ കാലത്തുള്ള ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. വിവരം വരുന്നതിനനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിക്കും. കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ജ്യോതിഷ പ്രവചനം നടത്താവൂ എന്ന് വളരെ വ്യക്തമായിട്ട് വരാഹമികൻ തന്നെ, അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുന്ന ഓരോ വ്യക്തികളും അതിനകത്ത് ആ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ ചെയ്യാവോ. കാലം മാറുന്നതിനനുസരിച്ച് ജ്യോതിഷം മനുഷ്യനുള്ളിടത്തോളം ഉപയോഗിക്കാം. പക്ഷേ ഇത് അപ്ഗ്രേഡ് ചെയ്താൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അതാണ് കലിക ജ്യോതിഷം ചെയ്യുന്നത്. ശാസ്ത്രത്തെയും ജ്യോതിഷത്തെയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ആണ് കലിക ജ്യോതിഷ ശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം. അപ്പം ഞാൻ ഇതുപോലെ ആ ജ്യോതിഷന്മാരടുത്ത് ഞാൻ പറയും, അതൊന്നും അല്ല. നിങ്ങൾ ചന്ദ്രൻ്റെ ദശാകാലവും അപകാരങ്ങളും നോക്കിയിട്ടല്ല നിങ്ങൾ പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗോചരശാസ്ത്രപ്രകാരം അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ്റെ സ്ഥിതി, ഗ്രഹനിലയിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ഉച്ചനീച അവസ്ഥകളിലാണോ, അത് കഴിഞ്ഞിട്ട് പിന്നെ രാശാധിപന്മാർ
പിന്നെ ഗ്രഹസ്ഥിതി, പിന്നെ ഭാവങ്ങൾ, 30 ഡിഗ്രി ഡിവൈഡ് ചെയ്ത് 12. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറിന് അറിയാം, അവരെ കയ്യിൽ നിന്ന് ഡേറ്റ വാങ്ങിച്ചിട്ട് ഞാൻ മൊത്തം അവരെ മുമ്പേ ഇരുന്ന് ഗണിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കി പറയണം. അല്ലാതെ ഉടനടി എടുത്ത് വെച്ചിട്ട് ചന്ദ്രദശാകാലമാണ് നിങ്ങൾക്ക് കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരർത്ഥമില്ല. ഞാൻ ആ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു, അയാൾ എന്നെ വിളിച്ച് തരൂ, ഇനി മേലാൽ ഇങ്ങനെ ഉള്ള കേസുകൾ പറയാൻ പാടില്ല. നിങ്ങൾ പറയൂ, എല്ലാ ആംഗിളും പരിശോധിച്ചിട്ട് പറയൂ. ജ്യോതിഷത്തിൽ അങ്ങനെയാണ്, എല്ലാ ആംഗിളും പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് സർവ്വത്ര കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ആംഗിൾ എടുത്ത് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ അറിവ് ഇല്ലായ്മ ഓക്കെ, നിങ്ങൾ അതുവരെ ഇപ്പം എല്ലാ പേരും MBBS പഠിച്ച ഡോക്ടർമാർ തന്നെ, പക്ഷേ അതിൽ എക്സ്പെർട്ടായിട്ടുള്ളവർ അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് അവർ എക്സ്പെർട്ട് ആകുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാം. ഈ ജ്യോതിഷന്മാരുടെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. കലിയ ജ്യോതിഷം അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ശനിക്ക് പൂജ ചെയ്യാനോ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയൊന്നും പൂജ ചെയ്തെന്ന് പറഞ്ഞ് ശനിദോഷമൊന്നും മാറില്ല. അത് ദൈവത്തെ കൊണ്ട് നമുക്കെല്ലാം മാറ്റാം. അത് സത്യമാണ്. അതൊരു പവറാണ്, ഒരു എനർജിയാണ്, ദ യൂണിവേഴ്സൽ പവർ. അത് നേരായ രീതിയിൽ ദൈവങ്ങളെ സ്മരിക്കണം. അത് നേരായ രീതിയിൽ നമുക്ക് നെഗറ്റീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഫലം കിട്ടില്ല. അവിടെയും കുറേ ഘടകങ്ങളുണ്ട്, അതൊക്കെ നോക്കണം. അല്ലാതെ ലോകം മൊത്തം ചാരായ കച്ചവടം നടത്തി ശബരിമലയിൽ സ്വർണം പൂശി കൊടുത്തിയ വിജയമല്യ ഭഗവാൻ രക്ഷപ്പെടുത്തിയൊന്നുമില്ല. ഭഗവാൻ ഇവിടെ നിന്ന് നാട് കടത്തി. അതുപോലെ ഇപ്പോൾ ആ സ്വർണവും കാണാനില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. ഭഗവാൻ എപ്പോഴും ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു ആചാര്യൻ അയാളുടെ ജനുവിന് ആക്കി ആ വ്യക്തിയെ താൻ പകുതി ദൈവം പകുതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊണ്ടുവന്ന് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യണം. അല്ലാതെ ചന്ദ്രന് വേണ്ടി അത് ചെയ്യാൻ, ഗുരുവിന് വേണ്ടി ഇത് ചെയ്യാൻ ഇവിടെ ഒരിടത്ത്. ഇതാണ് ജ്യോതിഷത്തിനെ മറ്റുള്ളവർ കളിയാക്കുന്നത്. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ജ്യോതിഷം എഴുതിയ ആൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു ആൾ ചോദിക്കുകയാണ്, ശുക്രൻ 20 വർഷം എന്താ കൊടുത്തത്? എനിക്കറിയത്തില്ല. 6 വർഷം സൂര്യൻ എന്താ കൊടുത്തത്? അറിയത്തില്ല. പിന്നെ 18 വർഷം രാഹുറിന് എന്താ കൊടുത്തത്? അറിയത്തില്ല. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അത് ഒരു കാലത്ത് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അതുപോലെ ആവർത്തിക്കണമെന്നില്ലല്ലോ. ഈ ഒരു ഗ്രഹങ്ങളും ഒരു മനുഷ്യനെയും സ്വാധീനിക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് ഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ ചില നിയമങ്ങൾ ഹിന്ദു മതത്തിനകത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഹിന്ദു സംസ്കാരത്തിൽ. അല്ലെങ്കിൽ നാളെ ഈ ശാസ്ത്രത്തെ ആൾക്കാർ പുച്ഛിക്കും. മനുഷ്യനുള്ളിടത്തോളം ഈ ശാസ്ത്രം ഉപയോഗിക്കാം. അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരും ചെയ്യുന്നില്ല. ഇപ്പം ജ്യോതിഷൻ രചിച്ച കാലത്ത് ഒരു മനുഷ്യൻ്റെ പുരുഷായുസ് 120 120 വരെ ജയിക്കുന്ന ഒരു മനുഷ്യനില്ല. പിന്നെ എങ്ങനെ 120 വെച്ച് ജ്യോതിഷം പറയണത്? അവിടെ ഫോൾട്ടല്ലേ? ഇത് ഞാൻ എപ്പോഴും വിളിച്ചു പോകാറുണ്ട്. ഇപ്പോൾ കലിയ ജ്യോതിഷതെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. അതുപോലെ ജ്യോതിഷന്മാരതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അവരവരുടെ അറിവിനനുസരിച്ച് അത് പറയും. ആരെയും ഞാൻ കുറ്റം പറയില്ല. കാര്യം എന്ന് വെച്ചാൽ അത് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങളത് മനസ്സിലാക്കണം. ജനങ്ങളെങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ എനിക്കിതുപോലെ അയച്ചു തന്നാൽ ഞാൻ അവരെ സമാധാനപ്പെടുത്തും. അങ്ങനെയല്ല, അതിനൊരുപാട് ആംഗിളുകളുണ്ട് എന്നൊക്കെ. നാളൊരു പട്ടാളത്തുകാരൻ്റെ മകന് കർമ്മം ചെയ്യാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ് അവർ പട്ടാളത്തിൽ ഭർത്താവ് ഇരിക്കുകയല്ലേ, അയ്യോ അദ്ദേഹത്തിന് എന്തോ വരുമെന്ന് പറഞ്ഞ് നേരെ എൻ്റെ അടുത്ത് വന്ന് ആരോ പറഞ്ഞ് കലിയ ജ്യോതിഷനെ പോയി കാണും. കലിയ ജ്യോതിഷനെ പോയി കണ്ടാൽ എൻ്റെ ഒറിജിനൽ പറഞ്ഞു തരും. സാർ എന്തോ പറയണോ അതേ നടക്കുകയുള്ളൂ. എൻ്റെ ചങ്കൾ കറക്റ്റായിട്ട് പറയും. എൻ്റെ സാർ എന്താ പറയണോ അതേ നടക്കുകയുള്ളൂ. ഇനി ആരെന്തോ പറയട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് സാറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് 85 വയസ്സ് വരെ ആയുസ്സുണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ എഴുതിത്തരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാളങ്ങനെ അയാൾക്ക് അറിവില്ല, അയാളുടെ അറിവ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിധവയോഗം ഉണ്ടോ? നിങ്ങളുടെ മകന് കർമ്മം ചെയ്യാൻ യോഗം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ആംഗിളിൽ പറയുന്നു എന്ന് അയാൾ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിധവയോഗത്തിന് ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ എത്ര വയസ്സിലാണ് വിധവയാവും? നോക്കിയപ്പോൾ അവർ ദീർഘസുമംഗലിയായിട്ടാണ് അവരുടെ ഗ്രഹനില കാണുന്നത്. ബാക്കിയുള്ള ആംഗിളുകളെല്ലാം കൂടെ ഞാൻ അയാളുടെ നോക്കി. 8ാം ഭാവം നോക്കി, 6ാം ഭാവം നോക്കി, ലഗ്നം നോക്കി, പിന്നെ അയാളുടെ 7, 8 ഭാവങ്ങൾ നോക്കി. എല്ലാം നോക്കുമ്പോഴത്തേക്ക് അയാൾ ദീർഘായുസുള്ളവനാണ്, ഇവർ ദീർഘസുമംഗലിയുമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരാം, നിങ്ങളുടെ ഭർത്താവ് 85 വയസ്സ് ആ സമയത്തൊക്കെ മരിക്കുള്ളൂ, നിങ്ങൾ ദീർഘസുമംഗലിയാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ 85 വയസ്സിൽ ഇന്ന അപഹാരത്തിൽ ഇന്ന ഇത് വരുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു തട്ടുപാടുണ്ട്, അത് മാത്രമേ നമുക്ക് നോക്കാവുള്ളൂ, അതുവരെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്
ഞാൻ വ്യക്തമായിട്ട് അത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അന്ന് അവർ ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോയത്. ഞാൻ സാർ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിൽ നിന്ന് വലിയ വിശ്വാസമായി. അത്ര കോൺഫിഡൻസോടെയാണ് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ അവർ എത്ര വർഷം ഇങ്ങനെ പ്രയാസം കൊണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ അത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്കെന്ത്? നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അതല്ല, ആർക്കെന്ത് വന്നാലും നമ്മളെ സഹോദരങ്ങളാണ് ലോകത്തുള്ളവരെ. ഒരിക്കലും ആരെയും പറഞ്ഞ് പേടിപ്പെടുത്തരുത്. ഇവിടെ തന്നെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ മരണം കണ്ടാൽ പോലും ഞാൻ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് ക്ലിയറാക്കും. അതാണ് എൻ്റെ രീതി. അതൊക്കെ കുറച്ച് എത്തിക്സ് ഉണ്ട്. അതനുസരിച്ച് അവരെ നമ്മൾ ദുർബലപ്പെടുത്താനേ പാടില്ല. ഇതിപ്പം ഒരു ഇതും ഇല്ലാത്ത അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മരണത്തിനുള്ള ഇതില്ല. അത് 2 വർഷത്തിനകത്ത് മരിക്കുമെന്നൊക്കെയാണ് പറയണത്. മകന് കർമ്മം ചെയ്യണമെന്ന്. ഇയാൾ അത് മാത്രമാണ് നോക്കിയത്. അപ്പം അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. അതുകൊണ്ട് അത് വ്യക്തമാണ്. അതുപോലെ തന്നെ ചില ജാതകങ്ങൾ നക്ഷത്രപ്പൊരുത്തം നോക്കിയാണ് എല്ലാ ജാതകങ്ങളും നടത്തുന്നത്. ദയവ് ചെയ്ത് നക്ഷത്രപ്പൊരുത്തം നോക്കി ജാതകം നടത്തിയിട്ട് എല്ലാം 10 പൊരുത്തമുണ്ട്. 10 പൊരുത്തമൊന്നും വേണ്ട. അതിൽ ഗണപ്പൊരുത്തം മാത്രം മതി. ഒരു പൊരുത്തം ഉണ്ടായിരുന്നാലും മതി. എത്ര കല്യാണങ്ങളാണ് ഞാൻ നടത്തി വെച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് അവർ പോകുന്നുണ്ട്. അത് നമ്മൾ അവൻ്റെ പയ്യൻ്റെയും പെൺകുട്ടിയുടെയൊക്കെ സ്വഭാവം നോക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അവരെ തമ്മിൽ കൗൺസിൽ ചെയ്തിട്ടൊക്കെയാണ് കെട്ടിക്കൊടുക്കാൻ. അല്ലാതെ അല്ല. ഇവിടെ നക്ഷത്രപ്പൊരുത്തം നോക്കും, കല്യാണം നടത്താം, 1 മാസം ആകും മുമ്പേ അടിച്ചു പിരിയും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലങ്ങൾ വരും. ഇവിടെ ഗണപ്പൊരുത്തം പാവമൂല്യം വേണം. പാവമൂല്യം ഒറ്റ കല്യാണത്തിനില്ല. അടിച്ചു പിരിയുന്ന കല്യാണങ്ങളെല്ലാം പാവമൂല്യം ഇല്ലാത്തതുകൊണ്ടാണ്. പാവമൂല്യം ഇല്ലാതെ നിങ്ങൾ ദയവ് ചെയ്ത് കല്യാണം 99 പൊരുത്തം ശരിയായാൽ അതിനകത്ത് പാവമൂല്യമല്ലേ കെട്ടാൻ പറ്റില്ല. ഈ 99 എന്ന് പറഞ്ഞ ശതമാനമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഇത് നക്ഷത്രപ്പൊരുത്തം ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ കുജദോഷ പരിഹാരം ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ പാവസ്വാമി ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ സമദശം ദശാസന്ധി. ഇനി ഇത് മാത്രം നോക്കിയാൽ പോരാ, ഗ്രഹനിലയും കൂടെ പരിശോധിക്കണം. ആ ഗ്രഹനിലയിൽ പയ്യൻ്റെ ലഗ്നം 5-ാം ഭാവം, 7-ാം ഭാവം, 8-ാം ഭാവം, 10-ാം ഭാവം, 11-ാം ഭാവം, ഇത്രയും രണ്ടുപേരുടെയും നോക്കണം. എന്നിട്ട് രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിടുമോ, അത് കറക്റ്റായിരിക്കും. അതാണ് ജ്യോതിഷത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ചുമ്മാ ജ്യോതിഷത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് വിളമ്പി അത് ഈ ജ്യോതിഷൻ എന്നുള്ള ബോർഡ് കണ്ടുകൊണ്ട് പോരുത്. എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാരുണ്ട്, ഒരുപാട് ജ്യോതിഷന്മാർ എക്സ്പെർട്ടായിട്ടുള്ളതുണ്ട്. അവരുടെ അടുത്തൊക്കെ പോകണം. ഇപ്പോൾ അംബാസിഡർ പണിയണ മേശരിക്ക് ബെൻസൊന്നും പണിയാൻ പറ്റില്ല. അത് പണിയാനൊന്നും പറ്റില്ല. ഫിയറ്റ് പണിത മേശരിക്ക് ബെൻസും BMW ഒന്നും പണിയാൻ പറ്റില്ല. അപ്പോൾ അത് പഠിച്ചവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഏത് ശാസ്ത്രമായാലും ഏത് രീതിയായാലും പഴയ ഡോക്ടർമാർക്ക് അവരുടെ രീതിക്ക് ചികിത്സിക്കാൻ പറ്റും. പുതിയ ഡോക്ടർമാർക്ക് പല എക്യുപ്മെൻറ്റ്സ്, റോബോട്ടിക് സർജറിയും അതും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് കാലഘട്ടത്തിനനുസരിച്ച് അത് മാറണം, എങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ അത് പറ്റില്ല, അത് വിപരീതമായിട്ട് തോന്നും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം. അല്ലാതെ ചുമ്മാ മനുഷ്യനായിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള ഇതില്ല. ഞാനൊക്കെ പറയും ഇത് ജ്യോതിഷം ഭയപ്പെടുത്താനുള്ള ശാസ്ത്രമല്ല, അത് വഴികാട്ടാനുള്ളതാണ്. ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയും ഇന്നതാണ് പരിഹാരം ചെയ്യണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. ഇവിടെ നിന്ന് ആരും വിളിക്കുക ചോദിക്കുകയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ മഹാദേവനെ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഒരു അന്ധവിശ്വാസങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറുമില്ല. അങ്ങനെയുള്ള ജാതകം ഞാൻ നോക്കാറുമില്ല. അന്ധവിശ്വാസമായിട്ട് വരുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഈ കാലത്ത് അതിൻ്റെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഉയർത്തെഴുന്നേക്കണം. നിന്നിലുള്ള ഭഗവാന് നമ്മൾ വെച്ചിട്ട് ലോകം മൊത്തം തണ്ടി കിടക്കേണ്ട ആവശ്യമില്ല. നിന്നിൽ തന്നെ വലിയൊരു ഭഗവാനുണ്ട്, അത് തത്വമസി. അതിനെ നീ ഉണർത്തണം. അതിന് നിന്നെ ഞാൻ ഉണർത്തും. ഭഗവാന്റെ സൈഡും നിന്നെയും രണ്ടുപേരും കൂടെ ഒന്നായാലേ ഇത് ശരിയാവുള്ളൂ, അല്ല ശരിയാവില്ല. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള മുമ്പേയുള്ള കാര്യമൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ 90% ഞാൻ ശരിയാക്കും. 10% എന്നെ കൊണ്ട് പറ്റില്ല. അതായത് 100% ഭഗവാന് മാത്രമാണ് അവകാശപ്പെട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം ആദ്യമേ കറക്റ്റായിട്ട് പറഞ്ഞിട്ടേ എല്ലാം ചെയ്യൂ. അതാണ് കലിയ ജ്യോതിഷം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കൂ. അന്ന് ആ സഹോദരിയുടെ മുഖത്ത് കണ്ട സന്തോഷം, ഇന്ന് ഈ സഹോദരിയുടെ ചന്ദ്രദശയുടെ ഇത് കണ്ട സഹോദരി, അങ്ങനെ എത്ര പേരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. 10-15 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോഴും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മളെ ചങ്ക് പറയും പോലെ നമ്മളെ സാറ് പറയും അതേ നടക്കുകയുള്ളൂ. ഞങ്ങളെ സാറിന് അറിയാം. ഇവിടെ ഇരിക്കുന്ന സാറ് ഖത്തറിലെ ഭരണാധികാരി മരിക്കുമെന്ന് കണ്ടു. മുൻ ഭരണാധികാരികളൊക്കെ മരിക്കുമെന്ന് കണ്ടില്ലേ? അതത്ര വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞില്ലേ? ഖത്തറെന്ന് പറഞ്ഞില്ലേ? വെല്ലാത്തവന്മാരൊക്കെ അത് ആ സാറിൻ്റെ അടുത്ത് പ്രവചനം ഞങ്ങളടുത്ത് വെച്ചാൽ ഞങ്ങൾ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് വെച്ചാൽ സാറ് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും
അതൊരു എക്സ്പെർട്ടിൻ്റെ ഭാഗമാണ്, അതൊരു ദൈവചൈതന്യത്തിൻ്റെ ഭാഗമാണ്, എല്ലാം കൂടെ ഉള്ള ഒരു രീതിയാണ്. അങ്ങനെയുള്ളവർക്ക് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അസൂയ, ദേഷ്യം ഒന്നും തന്നെ തോന്നണ്ട. ഞാൻ എൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ.